ഇങ്ങനെ നമുക്കിന്നൊരു ഉണക്കച്ചക്ക ഇട്ടൊരു പുട്ടുണ്ടാക്കാൻ നോക്കാവേ. അപ്പോൾ അതിന് ഞാനായിട്ട് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകി വരുവാണ്. വെള്ളം വാലാൻ വേണ്ടി പാത്രത്തിൽ വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക കഴുകി വാരി എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തിയിട്ടൊന്ന് പൊടിക്കാം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. പൊടിഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയിക്കോളും, അതിനാണ്. നമുക്കിതിനെ പൊടിച്ചെടുത്തുണ്ട്, ഒരു പൊടിച്ചെടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് നല്ല പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ച് നമുക്ക് ഒരു പാത്രത്തിലോട്ടിടാമേ. വേണ്ട, നല്ലതായിട്ട് പൊടിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി ഇരിക്കുന്ന ബാക്കിയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ചക്ക പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. നോക്കി നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പുട്ടിൻ്റെ പരുവത്തിനാണ്. നമുക്കൊരു ശകലം വെള്ളം തിളച്ച് കൊടുത്തൊന്ന് നനച്ചെടുക്കാവേ. അധികം ഒഴിക്കരുത്, അത് കുഴഞ്ഞു പോവും. ഓൾറെഡി നമ്മളിതിൽ ഉപ്പിട്ടാണ് പൊടിച്ചത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നനച്ച് കൊടുക്കാവേ. ഇങ്ങനെ കുറേശ്ശെ തളിച്ച് കൊടുത്തിട്ട് നനയ്ക്കണേ. അല്ലെങ്കിൽ അരിപ്പൊടി നനയ്ക്കുന്ന പോലെ നനച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ തളിച്ച് നനച്ചെടുക്കുക. നമ്മുടെ പുട്ടുപൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, നമ്മൾ ഗോതമ്പ് പൊടി ഇത് കൂട്ടുണ്ട്. ആ കളറ് ഗോതമ്പ് പൊടി എങ്ങനെ നനച്ചെടുക്കുക അതുപോലെ ഇരിക്കുന്നത്. ഇനി നമുക്ക് പുട്ട് കുറ്റിയെടുത്ത് എൻ്റെ ഈ ചിരട്ട കുറ്റിയാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന ചക്കയുടെ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലെയറൂടെ തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം തേങ്ങ ഇടുക. വീണ്ടും പൊടി ഇങ്ങനെയിട്ട് നിറയ്ക്കുക. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. നല്ലതാണ്. നമ്മൾ ഈ അരിയുടെ പുട്ടുമൊക്കെ തിന്ന് നമുക്ക് ഷുഗർ കൂട്ടാതെ, ഈ ഉണങ്ങിയ ചക്കയല്ലേ, പച്ചയല്ലേ, പഴുത്തയൊക്കെ തിന്നുമ്പോഴല്ലേ ഷുഗറുകാർക്ക് പ്രശ്നം. ഇത് ഉണക്കി ചക്ക പുട്ടുണ്ടാക്കി തിന്നുക. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. അതെ, ഞാൻ കുക്കറിൻ്റെ ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ആവി കയറിയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നല്ലപോലെ ആവി വന്നതിന് ശേഷം അത് നമുക്കെടുക്കാം. ഇതേ നോക്കി, അതിൻ്റെ കളറ് തന്നെ മാറിയിരിക്കുക. ശരിക്കും ഒരു ഗോതമ്പ് പുട്ട് പോലില്ലേ. നമ്മൾ അരിപ്പുട്ട് കഴിക്കുന്നതിനേക്കാളും ഗുണമല്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറിയോ പഴമോ, ഇത് ഏത്തപ്പഴമാണ്, എനിക്ക് ചെറിയ പഴം കിട്ടിയില്ല, കടലക്കറിയും കൂട്ടിയൊക്കെ ഒരു പിടി പിടിച്ചാൽ എന്താ ടേസ്റ്റ്. എനിക്ക് ചൂടാണ്. അപ്പോൾ ഈ കടലക്കറിയും കൂട്ടി ചക്കയുടെ കൂട്ടത്തിൽ ചിക്കൻ കറിയാണെങ്കിൽ ഓക്കെ, നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കനും ഓക്കെ. ഈ ചൂടോടൊന്ന് കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റാണ്. ചെറുപഴമാണെങ്കിലും ഓക്കെ. ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം, നല്ലതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ചക്കയാണ്, കളയരുത്. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനും ഫസ്റ്റ് ടൈമാണ് ചക്ക പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത്. അപ്പം ശരി, ഓക്കെ, താങ്ക് യു.